ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ ഏഷ്യ കപ്പും ഇന്ത്യ തന്നെയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ചിരവൈരികളായ പാകിസ്ഥാനെ 5 വിക്കറ്റിനാണ് കലാശ പോരാട്ടത്തിൽ പരാജയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഒരു സമഗ്രാധിപത്യമാണ് ഈ കോമ്പറ്റീഷനിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ മത്സരങ്ങളിലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. മാത്രമല്ല, വൈരികളായ പാകിസ്ഥാനെ 3 തവണയാണ് ഇന്ത്യ ഈ ടൂർണമെന്റിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ഇന്ത്യ കിരീടം നേടിയത് ശരിയാണ്. പക്ഷേ ഇന്ത്യയെ ആശങ്കപ്പെടുത്തുന്ന 3 ഘടകങ്ങൾ ഇവിടെയുണ്ട് എന്ന ഒരു ലേഖനം സ്പോർട്സ് കീട പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ ആശങ്കപ്പെടുത്തുന്ന 3 കാര്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തേത്, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോം. അത് വളരെയധികം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് 2025 എന്ന കലണ്ടർ വർഷത്തിൽ 12 T20 ഇന്നിങ്സുകളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് കേവലം 100 റൺസ് മാത്രമാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. കേവലം 11 മാത്രമാണ് അദ്ദേഹത്തിന്റെ ആവറേജ്. അതായത് ഒരൊറ്റ അർദ്ധ സെഞ്ചുറി പോലും നേടാൻ സൂര്യക്ക് കഴിഞ്ഞിട്ടില്ല. 3 തവണ 0-ന് പുറത്തായി. ഏറ്റവും മോശം അവസ്ഥയിലൂടെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി രണ്ടാമത്തേത്, ഇന്ത്യയുടെ സെക്കൻഡ് സ്പെഷ്യലിസ്റ്റ് പേസർ ആരാണ്? ഈ ചോദ്യമാണ് രണ്ടാമത്തെ ആശങ്ക. ഫസ്റ്റ് സ്പെഷ്യലിസ്റ്റ് പേസർ ബുംറയാണ്. സ്പിൻ ഡിപ്പാർട്ട്മെന്റ് വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവരുടെ കൈകളിൽ ഭദ്രമാണ്. പക്ഷെ ഗംഭീറിന്റെ സിസ്റ്റത്തിൽ ഒരു സെക്കൻഡ് സ്പെഷ്യലിസ്റ്റ് പേസർ സ്ഥാനം സുരക്ഷിതമല്ല. ഫൈനൽ മത്സരത്തിൽ നമ്മൾ അത് കണ്ടതാണ്. അതായത് ഹാർദിക് പാണ്ഡ്യ പുറത്തായപ്പോൾ പകരം റിങ്കു സിംഗിനെയാണ് ഗൗതം ഗംഭീർ കൊണ്ടുവന്നിട്ടുള്ളത്. ഓൾറൗണ്ടർമാരെ ഉപയോഗപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ബാറ്റിംഗ് ഡെപ്തിന് നൽകുന്ന പ്രാധാന്യം ബൗളിംഗ് ഡെപ്തിന് ഗംഭീർ നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ട്. കാരണം ഫൈനലിൽ അർഷദീപ് സിംഗിനെ കളിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അത് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഗംഭീറിന് നേടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ആശങ്ക, എന്താണ് ഇന്ത്യയുടെ യഥാർത്ഥത്തിലുള്ള ബാറ്റിംഗ് ഓർഡർ? ഇതാണ് ഇന്ത്യയെ അലട്ടുന്ന ഏറ്റവും വലിയ ആശങ്ക. പല മത്സരങ്ങളിലും പല ബാറ്റിംഗ് ഓർഡറുകളാണ് നമുക്ക് കാണാൻ കഴിയുക. ഗില്ല് ഓപ്പണർ ആയിക്കൊണ്ട് വന്നതോടുകൂടി ബാറ്റിംഗ് പൊസിഷനുകളിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ജയ്സ്വാൾ പുറത്തായി. മാത്രമല്ല, സഞ്ജുവിന് ബാറ്റിംഗ് പൊസിഷൻ മാറേണ്ടി വന്നു. സ്ഥിരമായ ഒരു ബാറ്റിംഗ് ഓർഡർ നിലവിൽ ഇന്ത്യൻ ടീമിന് ഇല്ല. സ്ഥിരമായി ഓപ്പണർ റോളിൽ കളിച്ചിരുന്ന സഞ്ജു 3-ാമതും 5-ാമതും ഒക്കെയാണ് ഇപ്പോൾ ബാറ്റ് ചെയ്യേണ്ടി വരുന്നത്. ഒരു മത്സരത്തിൽ ഗംഭീർ അദ്ദേഹത്തെ 8-ാമത് വരെയാക്കി. ഒരു വ്യക്തമായ ബാറ്റിംഗ് ഓർഡർ ഇപ്പോഴും ഇന്ത്യക്കില്ല. വരുന്ന T20 വേൾഡ് കപ്പിന് മുന്നേ അത് പരിഹരിക്കേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ 3 കൺസേണുകളാണ് ഇപ്പോൾ സ്പോർട്സ് കീട പങ്കുവച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.